ഓരോ ദിവസവും ഒരുപാട് അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ചൈന ഈ അടുത്തിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുമായ ചില മോഡേൺ ട്രാൻസ്പോർട്ടേഷനുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സ്കൈ ട്രെയിൻ. ചൈന അടുത്തിടെ അവതരിപ്പിച്ച ഒരു ഇന്നവേഷനായിരുന്നു സ്കൈ ട്രെയിൻ. ഇന്നും തിക്കും തിരക്കും കൂട്ടി സമയത്തിനോടാത്ത ഇന്ത്യൻ റെയിൽവേ പോലെയുള്ള ട്രാൻസ്പോർട്ടേഷനുകളെ മുഖത്തടിച്ച ഒരു ഇന്നവേഷനായിരുന്നു ഇത്. അതായത് പില്ലേഴ്സുകൾക്കിടയിൽ സജ്ജീകരിച്ചിട്ടുള്ള ലൈനിലൂടെ തല കീഴായി സഞ്ചരിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 10.5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ 200 പേരെ വരെ വഹിക്കാൻ ഈ ട്രെയിനിന് കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ ഈ ട്രെയിനിന് ലോക്കോ പൈലറ്റ് ഉണ്ടായിരിക്കില്ല. ഓട്ടോമാറ്റിക്കായാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. വെറും 7 മാസം മാത്രമാണ് ഈ സ്കൈ ട്രെയിൻ സർവീസ് നിർമ്മിക്കാൻ ചൈനയ്ക്ക് വേണ്ടി വന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് അന്തം വിട്ടു നിൽക്കാനേ കഴിയുകയുള്ളൂ. മുകളിലൂടെയുള്ള യാത്രയായതിനാൽ തന്നെ ആക്സിഡന്റുകളും ട്രാഫിക് ജാമുകളും താരതമ്യേന ഇതിൽ കുറവാണ്. വരും വർഷങ്ങളിൽ ചൈനയിലെ ഭൂരിഭാഗം സിറ്റികളിലും ഇത്തരത്തിലുള്ള സ്കൈ ട്രെയിനുകളെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. BYD യാങ്വാങ് U8. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് SUV ആണ് BYD യാങ്വാങ് U8. അതായത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ആദ്യത്തെ SUV. 1180 bhp കരുത്ത്, 1280 Nm ടോർക്ക് തുടങ്ങിയവയുള്ളതും വെറും 3.6 സെക്കൻഡിൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനുമൊക്കെ കഴിവുള്ള SUV ആണിത്. യുദ്ധ ടാങ്കറുകളെ പോലെ 360 ഡിഗ്രിയിൽ തിരിയാനുള്ള കഴിവും പാരലൽ പാർക്കിങ്ങിന് സഹായിക്കുന്ന ക്രാബ് വാക്കിംഗ് ഫീച്ചറും ഇതിനുണ്ട്. സാധാരണ കാറുകളിലൊന്നും കാണാത്ത മറ്റൊരു സൗകര്യമാണ് മുൻപേ സൂചിപ്പിച്ച വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഫീച്ചർ. കരയിൽ പറക്കുന്ന U8 വെള്ളത്തിൽ മുങ്ങുന്ന നിലയിലെത്തിയാൽ ഒരു ബോട്ട് പോലെയായി മാറുകയാണ് ചെയ്യുന്നത്. മണിക്കൂറിൽ 2.9 കിലോമീറ്റർ വരെ വേഗത്തിൽ 30 മിനിറ്റ് വരെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഈ കാറിന് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. നിങ്ങൾക്ക് ഈ SUV വാങ്ങിക്കാൻ ഒരവസരം ലഭിച്ചാൽ നിങ്ങളിത് വാങ്ങിക്കുമോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ചൈനയിൽ നിന്നും ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റുകൾ മാത്രമല്ല, HMPV വൈറസ് എന്ന പുതിയ വൈറസ് ബാധയെ പറ്റിയുള്ള വാർത്തകളും വരുന്നുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം ഇത്തരത്തിലുള്ള പുതിയ വൈറസുകളെ പറ്റി കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഏത് രോഗം വന്നാലും ആശുപത്രി ചിലവുകളെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മൾ. ഇത്തരം പുതിയ വൈറസുകൾ മാത്രമല്ല, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ നമുക്ക് ചിലവാക്കേണ്ടി വരും. നമ്മൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം മുഴുവൻ ഒരു പക്ഷേ അതിൽ ചിലവായി പോകും. ഒരു വൈറൽ പനി വന്നാൽ പോലും 10,000 ഹോസ്പിറ്റലിൽ നൽകി കുടുംബ ബജറ്റ് താളം തെറ്റുന്നവരാണ് പലരും. എന്നാൽ അങ്ങനെയൊരു സാഹചര്യം സംഭവിക്കാതിരിക്കാൻ നമ്മൾ എടുത്തുവെക്കേണ്ട ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. 300-400 രൂപ മുതൽ മാസം പ്രീമിയത്തിൽ 1 കോടി രൂപ വരെ കവറേജ് ലഭിക്കുന്നതും ഒരുപാട് ഇൻഷുറൻസുകൾ കമ്പയർ ചെയ്ത് നല്ലത് ചൂസ് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതുവഴി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ക്ലെയിം സപ്പോർട്ട് സർവീസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ്, BP പോലെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കും പ്രഗ്നൻസി ടൈമിലുള്ള ഇൻഷുറൻസുകളിലും നിങ്ങൾക്ക് കവറേജ് ലഭിക്കുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കൂടാതെ 25% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. NRI ആണെങ്കിൽ അതിനു പുറമെ 18% GST വേവറും ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കൂ. ഇഹാങ് 216S. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് പാസഞ്ചർ ഡ്രോണാണ്. അതായത് പൈലറ്റിന്റെ സഹായമില്ലാതെ ആളുകളെ വഹിക്കുന്ന ഒരു അത്യാധുനിക ഡ്രോൺ. ഇഹാങ് എന്ന ചൈനീസ് കമ്പനി നിർമ്മിച്ച ഈ ഡ്രോണിൽ ഒരേ സമയം 2 പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക. കൂടാതെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നോയിസ് പൊല്യൂഷൻ വളരെ കുറഞ്ഞ രീതിയിലുമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 8 പെയർ റോട്ടേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡ്രോണിന്റെ ടേക്ക് ഓഫ്, നാവിഗേഷൻ, ലാൻഡിംഗ് തുടങ്ങിയവയെല്ലാം മാനേജ് ചെയ്യുന്നത് പുറത്തുനിന്നും ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം വഴിയാണ്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ഈ ഡ്രോണിന് കഴിയും. കൂടാതെ 3000 മീറ്ററിന് മുകളിലായിട്ടാണ് ഈ ഡ്രോൺ സഞ്ചരിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ ഏതെങ്കിലും റോട്ടറിന് ഫെയിലിയർ സംഭവിച്ചാലും വളരെ സേഫായി എമർജൻസി ലാൻഡിംഗ് നടത്താനുള്ള സംവിധാനവും ഈ ഡ്രോണിനുണ്ട്. GAC പ്രസൻസ് GOV. ഈ അടുത്തായി ചൈനീസ് കമ്പനിയായിട്ടുള്ള GAC ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫ്ലൈയിങ് കാറാണിത്.
അതെ, ലാൻഡിലും എയറിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനമാണിത്. കാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രോൺ പോലെയുള്ള ഒരു വലിയ മൊഡ്യൂളാണ് പറക്കാനായി ഇതിനെ സഹായിക്കുന്നത്. ഒരാൾക്കാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുക. പറന്നുയരുന്ന മൊഡ്യൂൾ 6 ഫോൾഡിംഗ് ബ്ലേഡ്സിന്റെ സെറ്റ്സുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞില്ല. ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിന് മാനുവൽ കൺട്രോളിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ വാഹനത്തിനുള്ളിൽ കയറിയിരുന്ന ശേഷം നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ക്യാബിന്റെ ഉള്ളിലെ ടാബ്ലറ്റിനോട് പറഞ്ഞാൽ ഈ വാഹനം നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നതാണ്. കൂടാതെ പറക്കുന്നതിനിടെ ബാറ്ററി ചാർജ് കുറയുകയോ മറ്റോ ചെയ്താൽ ഈ വാഹനം തനിയെ അതിന്റെ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് പോയി ചാർജിംഗ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. എക്സ്പെങ് X3 മറ്റൊരു ഡ്രോൺ കാറാണ് എക്സ്പെങ് X3. ഒരു കാറിൽ 4 ഡ്രോൺ ബ്ലേഡ് മൊഡ്യൂളുകൾ ഘടിപ്പിച്ച രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഉള്ളത്. 1936 കിലോഗ്രാമോളമാണ് ഈ വാഹനത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. 8 റോട്ടറുകളാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വാഹനത്തിന് വെർട്ടിക്കലി ടേക്ക് ഓഫ് ചെയ്യാനും വെർട്ടിക്കലി തന്നെ ലാൻഡ് ചെയ്യാനും സാധിക്കും. ഇനി കാർ മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നത് പോലെയും ഇത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയാൽ ആകാശത്തേക്ക് പറന്നുയരുകയും ചെയ്യാം. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ വരെ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. 2 പേർക്കാണ് ഒരേ സമയം ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കുക. അതിൽ തന്നെ 270 ഡിഗ്രി പാനോറാമിക് വ്യൂവും യാത്രക്കാർക്ക് ലഭിക്കും. കൂടാതെ 35 മിനിറ്റോളം സമയം എയറിൽ തന്നെ സ്റ്റേ ചെയ്യാനും ഈ ഫ്ലൈയിങ് കാറിന് സാധിക്കുന്നതാണ്. ജംപ് ആരോ JA1 പ്രധാനമായി എമർജൻസി ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു വാഹനമാണ് ജംപ് ആരോ JA1. വെർട്ടിക്കലിയായി തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന ഈ ഇലക്ട്രിക് എയർക്രാഫ്റ്റ് വരും കാലങ്ങളിൽ അപകടങ്ങളിൽ പെട്ടുകിടക്കുന്നവർക്ക് പെട്ടെന്ന് സഹായങ്ങൾ എത്തിക്കാനും മറ്റും വ്യാപകമായി ഉപയോഗിക്കപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ. ഷെൻചെൻ എന്ന ഒരു അമേരിക്കൻ ചൈനീസ് ഇൻവെന്റർ രൂപകൽപ്പന ചെയ്ത ഒരു വ്യത്യസ്തമായ ഇലക്ട്രിക് കാറാണിത്. ഇത് 2 വീലർ കാറാണെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കാണുമ്പോൾ കുഞ്ഞനായി തോന്നുമെങ്കിലും 5 പേർക്കൊക്കെ ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൂവ്മെന്റിലാകുമ്പോൾ കാർ ബാലൻസ് ചെയ്യാനായി ഇതിന്റെ 2 വീലുകളും ഓട്ടോമാറ്റിക്കലി ആയി തന്നെ മൂവ് ചെയ്ത് ബാലൻസിംഗ് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലാണ് ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുക. മറ്റു കാറുകളെ അപേക്ഷിച്ച് ഇവ വലിപ്പം കുറഞ്ഞവയായതിനാൽ തന്നെ ചെറിയ സ്ഥലങ്ങളിലും ഈ കാറുകൾക്ക് പാർക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ലാസറത്ത് LMV 496. നമ്മൾ ഇതുവരെ പലതരത്തിലുള്ള ഫ്ലൈയിങ് കാറുകളെ പരിചയപ്പെട്ടു. എന്നാൽ ഇതാണ് പറക്കുന്ന ബൈക്ക് എന്നറിയപ്പെടുന്ന ലാസറത്ത് LMV 496. ഫ്രഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ലുഡോവിക് ലാസറത്ത് എന്ന വ്യക്തിയാണ് ഈ ബൈക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. റോഡിലൂടെ പോകുമ്പോൾ ഒരു സൂപ്പർ ഫ്യൂച്ചറിസ്റ്റിക് ബൈക്കായിട്ടാണ് നമുക്കിത് തോന്നുക. എന്നാൽ ഫ്ലൈറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്താൽ നമ്മൾ ടയറെന്ന് കരുതിയ ഭാഗം പുറത്തേക്ക് 4 ജെറ്റ് ടർബൈനുകളായി മാറുകയാണ് ചെയ്യുന്നത്. 1300 ഹോഴ്സ് പവർ ആണ് ഈ 4 ജെറ്റ് എഞ്ചിനുകൾ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം 3.5 കോടി ഇന്ത്യൻ രൂപയോളമാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. റോബോ ടാക്സി. ആമസോണിന്റെ കീഴിലുള്ള സൂക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അത്യുഗ്രൻ റോബോട്ടിക് ടാക്സിയാണ് റോബോ ടാക്സി. മെട്രോ ട്രെയിനുകളെ പോലെ ടേൺ ചെയ്യാതെ തന്നെ ഏതു ഭാഗത്തേക്കും സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സ്ഥലം വളരെ പരിമിതമായിട്ടുള്ള വലിയ സിറ്റികളിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കുന്ന ഒരു ഇന്നോവേഷനാണിത്. ഒരേ സമയം 4 പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ചുറ്റും ക്യാമറകളും സെൻസറുകളും ഫിക്സ് ചെയ്തിരിക്കുന്നതിനാൽ തന്നെ വളരെ സേഫായി നാവിഗേഷൻ നടത്താനും അപകടങ്ങൾ ഒഴിവാക്കാനും ഈ റോബോ ടാക്സിക്ക് എളുപ്പത്തിൽ സാധിക്കും. ഈ ടാക്സിക്ക് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാനും ഒറ്റ ചാർജിൽ 16 മണിക്കൂർ വരെ ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. ഏതായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഇന്നോവേഷൻ ഏതാണെന്നും ഇതിന്റെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മുൻപേ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. മാസം വെറും 390 രൂപയൊക്കെ മാറ്റിവെച്ചാൽ 1 കോടി രൂപ വരെ നിങ്ങൾക്ക് കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ ഒരുപാട് പ്ലാനുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് ചൂസ് ചെയ്യാനും സാധിക്കും. ഓൺലൈൻ വഴിയല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി മുഖാമുഖം മലയാളത്തിൽ തന്നെ സംസാരിച്ച്
നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. എത്രയും നേരത്തെ എടുക്കുന്നതാണ് അത്രയും നല്ലത്. കാരണം പ്രായമാകും തോറും നമുക്ക് രോഗങ്ങളും കൂടി വരും. അതുകൊണ്ട് തന്നെ പ്രീമിയം കൂടാനും സാധ്യതയുണ്ട്. സോ സമയം കളയാതെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിരിക്കുന്ന ലിങ്ക് ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യൂ.